നിങ്ങൾക്കേവർക്കും സ്നേഹസ്വാഗതം. പോയകാല സ്മൃതികളെ ചേർത്ത് വെച്ച് ഞങ്ങളൊരു കഥ പറയുകയാണ്. സൗത്ത് പുല്ലുവഴി മാർ ഗീവർഗീസ് സഹോദരായുടെ ഓർമ്മ പെരുന്നാളും സൺഡേ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിക്കുന്നു. രചന എൽദോസ് യോഹന്നാൻ, സംവിധാനം ശശി സുവർണ. ഒരുപാട് നേരമായല്ലോ തിരുമനസ് ഈ മട്ടുപ്പാവിൽ ഇങ്ങനെ ഇല്ലാത്തുന്നു. എന്താണ് അസ്വസ്ഥതയുടെ കാരണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. നമ്മുടെ മന്ത്രി എന്താണ് ഒന്നും അറിയാത്തവനെ പോലെ പെരുമാറുന്നത്? നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ കാണുന്ന മുന്തിരിത്തോപ്പുകൾ, അത് തന്നെയാണ് നമ്മുടെ അസ്വസ്ഥത. മന്ത്രി നാബോത്തിനെ കണ്ടിരുന്നോ? അത് ദൂതനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരേണ്ടതാണ്. ഇന്ന് ഇസ്രായേൽ എന്റെ കൈകളിൽ ഭദ്രമാണ്. എന്നാൽ നാബോത്തിന്റെ ഫലസമൃദ്ധമായ ആ മുന്തിരിത്തോട്ടം എന്റെ ഉറക്കം കെടുത്തുകയാണ്. മുൻപൊരു വട്ടം നാബോത്തിനോട് തിരുമനസ് കാര്യങ്ങൾ ധരിപ്പിച്ചതല്ലേ? അയാൾ അന്ന് വിസമ്മതമാണ് അറിയിച്ചത്. എങ്കിലും നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ആ മുന്തിരിത്തോപ്പ് എന്നെ മാത്തു പിടിപ്പിക്കുന്നു. തിരുമനസെ, നാബോത്ത് മുഖം കാണിക്കാൻ വരാൻ പറയൂ. ഉചിതമായ രീതിയിൽ അവിടുന്ന് കാര്യങ്ങൾ നാബോത്തിനെ അറിയിക്കുക. രാജകൽപ്പനയാകുമ്പോൾ വഴങ്ങുമെന്നാണ് അടിയന്റെ പ്രതീക്ഷ. എന്നാൽ തൽക്കാലം ഞാൻ വിടകൊള്ളട്ടെ. വന്ദനം മഹാരാജൻ. വന്നാലും നാബോ അടിയനെ വിളിപ്പിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ. നാം നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. നാബോത്തിന്റെ ആ കാണുന്ന മുന്തിരിത്തോപ്പ് നമുക്ക് തരണം. അത് ഈ അരമനയ്ക്ക് സമീപമാണല്ലോ. മനോഹരമായ ഒരു ഉദ്യാനം നിർമ്മിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പറയൂ പറയൂ നാബോത്ത്. എന്റെ പിതാക്കന്മാരുടെ അവകാശമാണ് ആ ഭൂമിയെന്ന് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അതിനെന്താണ്? പകരം അതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു മുന്തിരിത്തോട്ടം നിനക്ക് ഞാൻ തരാം. അതുമല്ലെങ്കിൽ ആ മുന്തിരിത്തോപ്പിന് നീ പ്രതീക്ഷിക്കുന്നതിന്റെ ഇരട്ടി വില ഞാൻ തരാം. നാം മോഹിച്ചു പോയതാണ്. അനുകൂലമായ മറുപടി നാം ആഗ്രഹിക്കുന്നു. തിരുമനസേ, എന്റെ പിതാക്കന്മാരുടെ അവകാശം കാത്തു സൂക്ഷിക്കുക എന്നത് അടിയന്റെ കർത്തവ്യമാണ്. അത് കൈവിട്ടു പോകാൻ യഹോവ ഇടവരുത്തില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. ഇക്കാര്യത്തിൽ എനിക്ക് മറ്റൊന്നും ധരിപ്പിക്കാനില്ലാത്തതിനാൽ അടിയന് വിടകൊള്ളാൻ അനുമതി തരണം. അങ്ങെന്താണ് ഇനിയും ദുഃഖിച്ചിരിക്കുന്നത്? ആ നാബോത്ത് മുന്തിരിത്തോട്ടം തന്നില്ലെങ്കിൽ എന്ത്? അയാൾക്ക് തക്ക ശിക്ഷ കൊടുക്കാൻ ഒരു ഉപായമുണ്ട്. ഞാൻ പറയുന്ന പോലെ അങ്ങ് പ്രവർത്തിക്കണം. പറഞ്ഞാലും ഇസബേൽ. ദൈവത്തിനും രാജാവിനും വിരുദ്ധമായി നാബോത്ത് ശാപവാക്കുകൾ പറഞ്ഞുവെന്ന് പ്രഭുസഭയിൽ ബോധ്യപ്പെടുത്തണം. ഒപ്പം കള്ളസാക്ഷ്യം പറയുവാൻ ആളുകളെ നിശ്ചയിക്കണം. നാബോത്തിന് സാക്ഷ്യം നിൽക്കുവാൻ ആളില്ലാതെ വന്നാൽ അയാളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിയുണ്ടാകും.
ഞാൻ ഈ പറയുന്നത് ചെയ്താൽ ആ മുന്തിരിത്തോപ്പ് അങ്ങേക്ക് സ്വന്തമാകും. അങ്ങേക്ക് സ്വന്തമാകും. ഇസബേൽ, നീ അതിബുദ്ധിമതിയാണ്. നീ എന്റെ രാജ്ഞിയായതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. എന്നാൽ ഇതാ സ്വീകരിക്കുന്നു. വന്നാലും രാജ്ഞി. തിരുമനസേ, എന്താണ് ഇസബേൽ? നാം പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചു. നാബോത്തിനെ ജനം കല്ലെറിഞ്ഞു കൊല്ലുവാൻ തീരുമാനിച്ചു. ഇനി അങ്ങയുടെ ആഗ്രഹം പോലെ ഇസ്രായേലിയനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിയാലും ഇസബേൽ, നമുക്ക് സന്തോഷമായിരിക്കുന്നു. രാജ്ഞി നമുക്ക് നൽകുന്ന സമ്മാനമായി നാം ഇതിനെ കാണുന്നു. ഞാനിതാ പുറപ്പെടുകയായി. ഏറെ നാളായി ഞാൻ ആഗ്രഹിച്ച ആ മുന്തിരിത്തോപ്പുകൾക്ക് ഞാൻ ഇന്ന് അവകാശിയായി തീർന്നിരിക്കുന്നു. മഹാറാണി ദീർഘായുസായിരിക്കട്ടെ. അതെ, ഞാൻ തന്നെ. താങ്കളെ സ്വീകരിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു. എന്റെ ശത്രുവേ, നീ എന്നെ കണ്ടെത്തിയോ? അതെ, ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. നീ ദൈവ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിച്ചതിനാൽ നാബോത്തിന്റെ രക്തം നക്കിയതുപോലെ നായ്ക്കൾ നിന്റെ രക്തവും നക്കും. നിന്റെ ഭാര്യ ഈ കൊടും ചതി ചെയ്യിച്ചതിനാൽ അവളുടെ മാംസം നായ്ക്കൾ തിന്നു. നാബോത്തിന്റെ മുന്തിരിത്തോപ്പുകൾ ഇനിയും തളിർക്കണം. ഇസബൽ രാജ്ഞിയുടെ കൂർമ്മബുദ്ധിയും കൗശലവും ഒരു മനുഷ്യജീവൻ എടുത്തുകൊണ്ടാണ് വിജയം വരിച്ചതെങ്കിലും അന്യന്റെ മുതൽ ആഗ്രഹിച്ചതിന്റെ പരിണിത ഫലമാണ് ദൈവം ഏലിയാവിലൂടെ വെളിപ്പെടുത്തിയത്. തിരുവെഴുത്തിന്റെ ആഴവും അന്തസ്സും തിരിച്ചറിഞ്ഞിട്ടും ആഹാവുമാർ ഇവിടെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ദുരമൂത്ത മനുഷ്യജീവിതങ്ങളുടെ തുടർക്കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സൗവിനയം സ്വാഗതം ചെയ്യുന്നു. ഒരാൾ മാത്രം സാക്ഷി. കഥ എം മത്തായി. നാടകരചന യൽദോസ് യോഹന്നാൻ. സംവിധാനം ശശി സുവർണ. ഒരാൾ മാത്രം സാക്ഷി. അല്ല, ഇന്ന് വർക്കിച്ചൻ രാവിലെ തന്നെ പത്രപാരായണത്തിലാണെന്ന് തോന്നുന്നു. തോന്നലല്ല, ശരിയാണ് ദേശീയടുത്തി.
പത്രത്തിലെ വാർത്തകൾ കണ്ട പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ചുറ്റും കള്ളന്മാരല്ലേ. ആ ആട്ടെ, എന്താ രാവിലെ തന്നെ? അപ്പോ നിന്നോട് ഇന്നലെ വിളിച്ചു പറഞ്ഞതല്ലേ ചിട്ടിക്കാശേ? ഓ, ഞാനതങ്ങ് മറന്നു. ചേട്ടത്തി അകത്തേക്ക് ചെന്നാട്ടെ, ശോശാമ്മ അകത്തുണ്ട്. അല്ല വർക്കിച്ച, ഈ തൊമ്മിക്കുഞ്ഞിന്റെ പുഴയിടം വാങ്ങാൻ പറഞ്ഞിട്ട് നീ എന്താ ഇതുവരെയും ചോദിച്ചില്ലേ? ആ വൃത്തിയിട്ട വീടിന്റെ മുന്നിൽ കൂടിയല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റൂ? ചോദിക്കാഞ്ഞിട്ടല്ല ചേട്ടത്തി, അവന്റെ കാരണവന്മാരുടെ മുതലാന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കല്ലേ. വീടും പുരയിടവും വേറെ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ഒഴിവാകുന്ന മട്ടില്ല. എന്ത് ചെയ്യാനാ? ത്രേസ്യായിരുന്നോ? പതിവില്ലാതെ എന്താ രാവിലെ വന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ഇവനോ വെളിവില്ല, നിനക്കെങ്കിലും ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. അതെന്താ ചേട്ടത്തി? നമ്മുടെ വീടിന് കണ്ണു തട്ടാതിരിക്കാനാണോ ആ തൊമ്മിക്കുഞ്ഞിന്റെ വീട് അവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്? ഉള്ള ചില്ലറ കൊടുത്ത് ഒഴിവാക്കി കളയാൻ മേലെ. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും നിൽക്കണ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അവരെ ഇവിടുന്ന് വേരോടെ പിഴുതെറിയാനുള്ള സൂത്രമൊക്കെ ഈ ശോശാമ്മയുടെ കയ്യിലുണ്ട്. ഇതിലും കേക്കണ്ടേ? ഹോ, എന്തിനാടാ വെറുതെ പെണ്ണുങ്ങളെ കൊണ്ട് പറയിക്കണത്? അമേരിക്കയിൽ തണ്ണിക്കുട്ടിയാണല്ലോ. ഹലോ, എന്തോ നാടാ? ആ ആ എനിക്ക് സുഖം തന്നെ. അടുത്ത മാസം വരുന്നോ? എന്തോന്നിനാടാ വെറുതെ കാശ് കളയാൻ ഇങ്ങട് കെട്ടിയെടുക്കണത്? എനിക്ക് തരാനാണേൽ ആ ഗൂഗിൾ പ്ലേ ചെയ്താൽ മതിയായിരുന്നല്ലോ. ആ ശരി ശരി, ഞാനിപ്പോ ഇത്തിരി തിരക്കില്ല. ആ, മക്കള് നാട്ടിലേക്കൊക്കെ വരണുണ്ടോ? ആന്നേ, ഒരു വരവിന് കാശ് എത്രയാ ചെലവ്? മക്കള് നാട്ടിലേക്ക് വരണത് ഒരു സന്തോഷല്ലേ ചേട്ടത്തി? ഏയ്, എന്ത് സന്തോഷം! കൂടും കുടുക്കയുമായി ഇങ്ങ് വന്നാ വെച്ചു വിളമ്പാൻ ഞാൻ ഒരുത്തിയേ ഉള്ളൂ. അടുക്കളയില് ഒരു കൈ സഹായത്തിന് പെമ്പിള്ളേര് കൂടൂല. എന്നാ ഒരു പണിക്കാരിത്തെ വെക്കാന്ന് വെച്ചാ പണ്ടത്തെ പോലെയല്ല, കാശങ്ങ് ചൊള പോലെ എണ്ണി കൊടുക്കണം. പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുമോ? എന്ത് കൂട്ടാൻ പറ്റാത്ത? എനിക്കും കെട്ടിയോനും എന്താ വേണ്ടേന്ന് വെച്ചാ ഞാൻ ആ തോമാസിലേക്ക് വിളിച്ചു പറയും. തോമസോ? ആ, ഈ വണ്ടിയില് വീട്ടില് ഭക്ഷണം കൊണ്ടുവരുന്ന പാർട്ടിയെ. സൊമാറ്റോ. ആ, അത് തന്നെ. വെറുതെ ആവശ്യമില്ലാതെ തീറ്റ ഉണ്ടാക്കി വേസ്റ്റ് ആക്കണം. കാശും ലാഭം. ഇത് നല്ല ലാഭം തന്നെയാ. എന്റെ വർക്കി, ഇത്രേസി ചിട്ടി വെച്ച് ആളുകളോട് കശപിശ കൂടിയിട്ടാണെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയ കാശ് കൊണ്ടാ മക്കളെ പഠിപ്പിച്ചതും അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ദുബായിലേക്കും ഒക്കെ കയറ്റി വിട്ടത്. ഇതൊക്കെ കാശ് കളയാനല്ല, കാശ് ഉണ്ടാക്കാൻ തന്നെയാ. എന്റെ പൊന്ന് ശോശേ, നീ ചെന്ന് ആ കാശ് എടുത്തു കൊടുത്തേ. നിങ്ങളിത് കമ്പനി പോയി നോക്കണില്ലേ? പറഞ്ഞ പോലെ നിനക്ക് പോവേണ്ട നേരായി കാണും അല്ലേ? അല്ല വർക്കി, ഒരു 4-5 പ്ലൈവുഡ് കമ്പനിയും 2 ക്രഷറും പാറമടിയൊക്കെ ഉള്ള ആളല്ലേ. ഈ വീട് പൊളിച്ചു കളഞ്ഞ് ഒരു കൊട്ടാരം പോലത്തെ വീടങ്ങ് പണിതൂടെ? എന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? വഴി കിടക്കണ ആ കൂട്ടര് മാറിത്തരണ്ടേ? അതിനുള്ള വഴിയൊക്കെ ഇനി ഞാൻ ഏറ്റു. ചേർത്ത് വന്നാട്ടെ, നിങ്ങൾ പോ നോക്ക് മനുഷ്യ. പിന്നല്ലാതെ. ഇവിടെ വരാനാ പറഞ്ഞ. എനിക്ക് തൊമ്മിക്കുഞ്ഞിന്റെ സ്വഭാവം അറിയില്ല. ഇവിടെ വാടി ഇവിടെ. ആഹാ, നിന്നെ ഈ തൊമ്മി വാങ്ങിയതാണെങ്കിൽ നിന്നെ വളർത്താനും തൊമ്മിക്കറേ. നീയല്ല, നിന്നെ പോലുള്ള ഒരു 5 ആയാല് ഈ തൊമ്മിക്കുഞ്ഞിനെ അടക്കി നിർത്താൻ അറിയാം. പിന്നെ നീ ഇമ്മണി പുളുത്തും. ചുണയുണ്ടെങ്കിൽ നേർക്ക് വാടാ. അല്ല, ത്രേസി അടുത്ത് എന്താ ഇവിടെ? ആരോ
ആരോടാ നിന്റെ ഈ മൽപ്പിടുത്തം? ഞാൻ ഈ പശുവിനെ ഒന്ന് കെട്ടാൻ വന്നതാണ്. ഈ അതിലാണെങ്കിൽ ഒരുപാട് പുല്ലുണ്ടല്ലോ, കെട്ടിവെച്ച് പോയാൽ ഇവിടെ ഉള്ളവര് അയച്ചു വിട്ട് ഓടിക്കും. പശുവിനിപ്പോ ഇവിടെ നിൽക്കാൻ പോലും പേടിയാന്നേ. അങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ദേ അവിടെ വരെ നിന്റെ അതിരല്ലേ, നിന്റെ സ്ഥലത്ത് നിനക്ക് പശുവിനെ കെട്ടണ്ടേ? അങ്ങ് കൊമ്പത്തുള്ളവർക്ക് മാത്രം ഇവിടെ ജീവിച്ചാ മതിയോ? അതിരെ കയറി കളിച്ച കേസ് കൊടുക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധക. നിന്റെ സ്ഥലത്തിനെ അവനൊരു കണ്ണുണ്ട്, വിട്ടുകൊടുക്കരുത്. കാർന്നോമാരുടെ ഭൂമി അത്. കൊടുക്കണമെന്ന് എനിക്ക് ആശയമൊന്നുമില്ല. പിന്നെ ഞങ്ങള് തന്നെയാണെങ്കിൽ അങ്ങോട്ട് മാറിക്കൊടുക്കാം. പക്ഷെ ഈ നാട്ടുനടപ്പനുസരിച്ചുള്ള ഒരു വില കിട്ടണം. അത് നീ പറഞ്ഞത് ന്യായം. സെന്റിന് 10-30,000 തരാന്ന് അവൻ പറഞ്ഞു കേട്ടത്. ഒരു 35,000 കിട്ടാതെ കൊടുക്കണ്ടെന്ന എന്റെ അഭിപ്രായം. 35,000 രൂപയോ? സെന്റിനെ 1.5 ലക്ഷം വില കിട്ടുന്ന ഭൂമിയാ. 1 ലക്ഷം കിട്ടാതെ കൊടുക്കണ പ്രശ്നമില്ല. കാരണവന്മാര് തന്ന ഭൂമിയാ, ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ ഞങ്ങൾ ഇവിടെ കിടക്കണത് വർക്കിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൊടുക്കാന്ന് മാത്രം. അവരെ പേടിച്ച് നീ എങ്ങോട്ട് പോവാൻ? നീ ഇവിടെ തന്നെ താമസിക്കണം. ഈ നാട്ടുകാരുണ്ട് ചോദിക്കാൻ. പിന്നെ ഒരു 75,000 കിട്ടിയ നീ അങ്ങ് കൊടുത്തേക്ക്. നല്ല കണ്ണായ ഭൂമി വേറെ വാങ്ങാലോ. പുതിയ പെരയും പണിയാം. ബാക്കി കാശ് ബാങ്കിലിട്ടാ കൊച്ചിനെയും കെട്ടിച്ചു വിടാം. അതൊക്കെ ദൈവം നിശ്ചയിക്കണ പോലെ നടക്കും. ഈ 1 ലക്ഷം എന്ന് പറഞ്ഞതേ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. മൂപ്പര് വാങ്ങൂലെന്ന് എനിക്കറിയാം. നക്കാപ്പിച്ച കിട്ടിയ ഭൂമി വാങ്ങാതിരിക്കുന്ന ആളാ. അല്ല അത് പോട്ടെ, ഈ കച്ചവടത്തിന് ത്രേസ്യാച്ചെടുത്തേക്ക് എല്ലാം കിട്ടും. എനിക്കെന്ത് കിട്ടാൻ? ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. പാവങ്ങളുടെ കണ്ണീര് കണ്ട ഞാനങ്ങ് അലിഞ്ഞു പോവും. അതുകൊണ്ട് പറഞ്ഞതാണേ. എന്നാ ഞാൻ പോട്ടെ, പള്ളി പോവാനുള്ളതാ. ചെല്ല് ചെല്ല്. എന്നോടാണോ? അയ്യോ അല്ലേ, ഈ പശുവിനോട് പറഞ്ഞതാന്നേ. ആ ക്രേസി ചേർത്തി എന്താ കയറും പൊട്ടിച്ച് പോണ കണ്ടത്? നമ്മുടെ ഭൂമിയെ വർക്കിച്ചന് ചുളു വിലക്ക് കൊടുക്കണം പോലും. ആ വർക്കിച്ചന് വക്കാലത്ത് പിടിച്ചോണ്ട് വന്നതാ. ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞപ്പോഴേ പോണ പോക്കാ. ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്ന നിങ്ങൾ എതിരൊന്നും പറയാൻ നിൽക്കണ്ട. ദേ മറ്റന്നാൾ കൊച്ചിന് പരീക്ഷ കൊടുങ്ങാം. പരീക്ഷ ഫീസ് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. ഈ വർക്കീസിനോട് ഒരു 2,000 രൂപ കടം ചോദിച്ചാ നമ്മളെ ഇവിടുന്ന് കടത്തി കളയാൻ നോക്കണ ആള് നമുക്ക് കടം തരൂ? നീ ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാത്ത വർത്താനം പറയല്ലേ റാഹേല്. കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്നേ, ഒരു വാക്ക് ചോദിക്കാലോ. നമ്മൾ ശത്രുത വെച്ചോണ്ടിരിക്കണോ? എനിക്ക് വയ്യ നാണം കട. കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. മോള് വിഷമിക്കണ്ട. നാളെ എങ്ങനെയായാലും ഫീസ് അടയ്ക്കാം. എനിക്ക് വേണ്ടി അപ്പച്ചൻ വർക്കിച്ചോട് കടം ചോദിക്കണ്ട. അയാളെങ്ങനെ തരില്ല. പരീക്ഷ എഴുതിയില്ലെങ്കിലും വേണ്ട. എന്റെ അപ്പച്ചൻ ആരുടെ മുന്നിലും തല വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ദേ ഇല്ലാത്തവനെ പലരുടെ മുമ്പിലും തല വിളിക്കേണ്ടി വരും. ചിലപ്പോ അല്പം നാണം സഹിക്കേണ്ടി വരും. അതൊന്നും ഒരു അപമാനമായി കരുതണ്ട. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ കർത്താവ് ഉയർത്താതിരിക്കില്ല. നീ കൊച്ചിനെ വിഷമിപ്പിക്കണ്ട. നമ്മുടെ മമ്മാലിക്ക് ഇന്നലെ പശുവിനെ നോക്കി പോയിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് ഒരു 2,000 തരാൻ പറയാം. 2 പെറ്റതല്ലേ, ഇനിയിപ്പോ ഇത് നിർത്തിയിട്ട് തന്നെ കാര്യം. വേണ്ടപ്പച്ച, അതിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ പശുവിന്റെ പാലിട്ട് കാശ് കൊണ്ടാ വിഷമഘട്ടത്തിൽ നമ്മൾ പിടിച്ചു നിന്നത്. അതിന് പാല് കുറഞ്ഞ് വയ്യാണ്ടായപ്പോ കൊടുത്തു കഴിഞ്ഞ് ശരിയാണോ എന്ന് ചോദിച്ചാ പെട്ടെന്നൊരു വഴിയില്ലാത്തതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞതാ. സാരമില്ല, മറ്റെന്തെങ്കിലും വഴി കാണാം. എന്താണ് തമ്മിക്കുഞ്ഞെ കുടുംബമായിട്ടൊരാലോചന? കൊച്ചിന്റെ ഫീസ് ഇതുവരെ അടച്ചില്ല അല്ലേ? മറ്റന്നാ പരീക്ഷയല്ലേ, അടയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പെൺപിള്ളേരെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്നാ കാര്യം? 2 വർഷം കഴിഞ്ഞാ കെട്ടിച്ചു വിടാനുള്ളതല്ലേ. 10,000-2,000 വരെ തരാം. വീട് തരാൻ സ്വർണം വല്ലതും ഉണ്ടാവുമോ? ഒരു തരി പൊന്നു പോലും കയ്യിലില്ല വർക്കിച്ച. കടമായി തന്ന
അടുത്ത മാസം തിരിച്ചു തന്നേക്കാം. അങ്ങനെ തന്നാ എനിക്ക് എന്നാ ലാഭം റാഹേലേ? ആ കാശ് കൊടുക്ക മനുഷ്യ. കൊച്ചിന് പരീക്ഷ എഴുതാനല്ലേ? ആ പിന്നെ ആ കാശ് നിങ്ങൾ തിരിച്ചു തരുകയും വേണ്ട. നിങ്ങള് ദൈവം അനുഗ്രഹിക്കും ശോശാമേ. ആ കാശ് നിങ്ങളുടെ സ്ഥലത്തിന് അച്ചാരം തന്നതായി കൂട്ടിയാ മതി. വാല് പൊക്കണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് ശോശാമേ. ആഹാ, കാശില്ലെങ്കിൽ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. നന്നാവാൻ ഒരു വഴി പറഞ്ഞ അത് കുഴപ്പമായിട്ടേ തോന്നി. വാ അപ്പച്ച, നമുക്ക് പോവാം. സെന്റിനൊരു 40,000 അങ്ങ് തരാം. തൊമ്മിച്ചൻ സമ്മതിച്ച ഇന്നോ നാളെയോ കരാറ് വേണം. അടുത്ത മാസം ആധാരവും ചെയ്യാം. ഇന്നിപ്പോ ഒരു 50,000 അഡ്വാൻസ് തരാം. എന്താ? കടം ചോദിച്ചത് ഗതികേട് കൊണ്ടാണെങ്കിലും കാർന്നോമാരുടെ ഭൂമി കളഞ്ഞു വിളിക്കാൻ ഉദ്ദേശമില്ല വർദ്ധിച്ച. വാ റാഹേലെ, നമുക്ക് പോവാം. ഹായ് എസ്റ്റർ. എസ്റ്റർ, മറ്റന്നാ എക്സാം തുടങ്ങല്ലേ? എങ്ങനെയുണ്ട് പഠനം? നടക്കണുണ്ട്. പക്ഷേ ഫീസ് അടയ്ക്കാതെ പരീക്ഷ എഴുതിക്കില്ലല്ലോ. എടാ, നിനക്ക് ട്യൂഷനില്ലേ? രൂപ 25,000 കൊടുത്തതാ. അവരൊക്കെ ഉഴപ്പ് പഠിപ്പിക്കാല്ലേ? വെറുതെ കാശ് മേടിക്കാൻ. ഇവിടെ ആയിരുന്നപ്പോ എന്ത് സംശയം വന്നാലും എസ്തർ പറഞ്ഞു തരുമായിരുന്നു. ഈ ഹോസ്റ്റലിലേക്ക് മാറ്റിയ പിന്നെയാ എന്റെ ഉഴപ്പ് കൂടിയത്. ആ, നിനക്ക് പോകാൻ നേരായില്ലേ? ആ സമയായി. ഞാൻ പപ്പയോട് പറയാൻ വന്നതാ. ഞാൻ കാറൊന്നും എടുത്തോട്ടെ? ആയിക്കോട്ടെ, സൂക്ഷിച്ചു പോകണം. ആ, തുമ്പിച്ചേനെ ചേച്ചിയെ കണ്ടിട്ട് കുറെ ആയി. ഞാൻ പോവേടാ. ചേച്ചി എക്സാം കഴിഞ്ഞു വരുമ്പോ കാണാം. ഓക്കെ? ആയിക്കോട്ടെ മോനെ. ആ എസ്തറെ, ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കേ. ഓക്കേടാ. ഓരോ ദിവസം ചെല്ലുന്തോറും അനുസരണം കെട്ടുവരും. അവൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കണ്ട കേട്ടോ. ഫോൺ എടുക്കാതിരിക്കുന്ന മര്യാദയല്ലോ. പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യില്ല. പോരെ, നമുക്ക് പോവാ പച്ച. ആ, ഞങ്ങളങ്ങ് ചെല്ലട്ടോ ഉറപ്പിച്ച. നിങ്ങൾക്ക് ഒരുപാട് തിരക്കുള്ളതല്ലേ? ശരി ശരി, ഞാൻ പറഞ്ഞ കാര്യം നന്നായിട്ടൊന്ന് ആലോചിക്കേ. ആലോചിക്കാനൊന്നുമില്ല വർദ്ധിച്ച. ആകെയുള്ള 20 സെന്റ് ഭൂമിയാ. അത് ഞാൻ കളയില്ല. നോക്കി നിൽക്കാതെ നടക്കലാഹല്ലേ? ഓ, ഒരു വലിയ പഠിത്തക്കാരി വന്നേക്കും. ഇനി അവള് പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടേ എന്റെ കൊച്ചിന് IAS കിട്ടാൻ. ഫീസ് കെട്ടാതെ എങ്ങനെ പരീക്ഷ എഴുതും കണ്ടാ വേണ്ട. കുന്തം പിടിക്ക പോലെ പിടിക്കാതെ പോവാൻ നോക്കില്ല. നിങ്ങൾ നോക്കിക്കോ, 2 മാസത്തിനുള്ളിൽ ഈ സ്ഥലം നിങ്ങൾ നിശ്ചയിക്കുന്ന വിലക്ക് എടുത്തോന്നും പറഞ്ഞു തൊമ്മിക്കുഞ്ഞ് ഇവിടെ വന്ന് എന്റെ അല്ല നിങ്ങളുടെ കാല് പിടിക്കും. നോക്കിക്കോ. ആഹാ, അതാണ് ശോശാമ്മ. ഹലോ, പത്രോസ് ആണോ? അതെ, ടിപ്പർ പത്രോസ്. ഞാൻ ശോശയാ, വേമ്പനാട്ട് ശോശ. ആ, എന്താ ചേട്ടത്തി? ഇന്ന് വൈകിട്ട് ഇവിടെ വരെ ഒന്ന് വരണം. അതിനെന്താ ചേട്ടത്തി, എത്തിയേക്കാം. ആ ശരി, ഓക്കെ. ഈ വേമ്പനാട്ട് ശോശ ഇവിടെ തുടങ്ങുകയാണ്. ചേച്ചി പറഞ്ഞാ മതി, എന്താന്ന് വെച്ചാ ചെയ്യാം. ഇത് 1.5 മാസമായി ഞാൻ വെറുതെ വിളിച്ചും മാത്രം നടക്കുന്നു. വെറുതെ ടിപ്പർ പത്രോസിന്റെ വില കളയരുത്. തീർത്ത് കളയരുത്, അതിനും തയ്യാറാണ്. പക്ഷെ അതിന് ഇത്ര റേറ്റ് കൂടുതലാവും. അത് വേണ്ടടാ. തൽക്കാലം ചെറിയൊരു പണി കൊടുത്താൽ മതി. തക്ക സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോ തൊമ്മിയുടെ കൊച്ചു പരീക്ഷയിൽ 1ാം ക്ലാസ്സോടെ പാസ്സായി. തോറ്റടിച്ചായിരിക്കും.
ആ സന്തോഷത്തിൽ അവർ കുടുംബസമേതം ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുന്നു കേട്ടു. അടുത്തയാഴ്ച പള്ളിയിൽ പോണ കൂട്ടത്തിലാണ് പോണത്. പോയ പിറ്റേന്ന് വൈകുന്നേരം തിരിച്ചു വരും. ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയേ, പോയിട്ട് വേറെ തിരക്കുള്ളൂ. ഓ, അവന്റെ ഒരു തിരക്ക്. എടാ, അവര് യാത്ര പോണ ദിവസം നീ ടിപ്പറുമായി വരണം. ടിപ്പർ പത്രോസ് പിന്നെ ടിപ്പറല്ലേ വരും, ഓട്ടോയിൽ വരാൻ പറ്റും. കാര്യം പറ. എന്നിട്ട് ആ തൊമ്മിച്ചന്റെ വീട് ഇടിച്ചങ്ങ് നിരത്താണ്. അപ്പൊ എന്റെ ടിപ്പറോ? എടാ, അതിന്റെ കാശ് കൂടി അന്ന് ചേർത്ത് തരും നിനക്ക്. നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും അറിയരുത്. മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ട് തൊമ്മിക്കൊന്ന് സ്ഥലം തരുമോ? ഇല്ല, പക്ഷേ ഇതൊരു മയക്കുവെടിയാണ്. മെല്ലെ മെല്ലെ ഞാനങ്ങ് വളച്ചെടുക്കും. എന്ത് വേണേലും ചെയ്തു. കാര്യം നടത്തി കഴിഞ്ഞു. പിന്നെ എന്റെ കാര്യം മറക്കരുത്. പോലീസ് എങ്ങാനും പൊക്കിയ എന്റെ അനിയനെ കൊച്ചിന്റെ കാര്യം മറക്കരുത്. അതിലൊക്കെ നീക്കുപോക്കുണ്ടാക്കാം. നീ കരുനാക്ക് വളയ്ക്കാതെ ടിപ്പു. ടിപ്പു? ഓ, സ്നേഹം കൊണ്ട് ചുരുക്കി വിളിച്ചതാണേ ടിപ്പർ പത്രോസേ. അപ്പൊ തരാന്ന് പറഞ്ഞ അഡ്വാൻസ്? അതൊക്കെ ഞാൻ അങ്ങ് തരും. ഈ ശോശാമ വാക്കു മാറിയ ചരിത്രമില്ല. ചരിത്രമൊക്കെ പറയാതിരിക്കുക നല്ലത്. ഏത് ചരിത്രമാണ് അറിയേണ്ടത്? ഈ മെമ്പർ ചാക്കത്തോട് ചോദിക്കേ. അല്ല, ഈ ശോശാമ്മച്ചേടത്തിയുടെ ചരിത്രം വല്ലതും? അതെനിക്കറിയില്ല. അറിയാമെന്ന് പറയാനും പറ്റില്ല. അതെന്നാ മെമ്പറെ പറയാൻ മേലാത്ത ചരിത്രം? അത് നീ എന്നെ ചെറുതായിട്ടൊന്ന് താങ്ങിയതല്ലേ? അതല്ലാതെ കഷ്ടപ്പെട്ട് പാടത്തും പറമ്പിലും പണിയെടുത്ത് ചോര നീരാക്കി പണിത് ഉയർത്തിയതല്ലേ ഈ ജീവിതം. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ പറയേ. ഹോ, അതൊക്കെ ഓർക്കുമ്പം എന്റെ കണ്ണ് നനഞ്ഞു പോകും ശോശെടുത്തി. അല്ല ടിപ്പറേ, നിനക്ക് ഓട്ടക്കില്ലേ? ഓട്ടൊക്കെ പിന്നെ മെമ്പറല്ലേ വോട്ട് ശരിയാക്കി തന്നത്. ഒരു വോട്ടിന് പകരം ഒരു കള്ള വോട്ടും കൂടി ചെയ്തു തന്നത് മറന്നോ? ഹോ, ഇവൻ ബാക്കിയുള്ളവനെ കൂടി ജയിലിൽ കയറ്റും. എടാ, ഓട്ടല്ല, ഓട്ടോ ഉണ്ടോന്നാ ചോദിച്ചേ. ഓട്ടോ അല്ലല്ലോ, എനിക്ക് ടിപ്പറല്ലേ ഉള്ളത്. മെമ്പറിന്റെ തലയ്ക്കുന്ന ഓളാ. ഓ, നിന്റെ ടിപ്പറിന് ഓട്ടോ ഉണ്ടോ അതാ ചോദിച്ചേ. അതാണ്. 3-4 ഓട്ടം ഉണ്ടായിരുന്നു. അത് പെയിന്റിങ്ങിന് കയറ്റിപ്പോ കുട്ടിയിട്ടൊക്കെ അടച്ചു. എന്ത് ചെയ്യും? എന്റെ കർത്താവേ, ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല, നീ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. അല്ല, അപ്പൊ ഈ പറഞ്ഞു നോക്കുന്ന മെമ്പറൊന്ന് മറന്നോ? ഇതെന്നാ പറ്റി ജോസിച്ചെടുത്തി? ഓ, ഈ നിമിഷം മുടലോടെ എന്നെ സ്വർഗത്തിലേക്ക് എടുത്ത മതിയായിരുന്നു. അതെങ്ങനെയാ ദുഷ്ടന്മാര് സ്വർഗത്തിൽ പോകില്ലെന്നാ ബൈബിളിൽ പറഞ്ഞേക്കണേ. അതിന് നീ ബൈബിൾ വായിക്കാറുണ്ടോ? വായിച്ചിട്ട് മാത്രമാണോ കാര്യങ്ങൾ അറിയണത്? എന്തായാലും ഞാൻ സ്വർഗത്തിൽ പോകും, അതെനിക്ക് ഉറപ്പാ. ഞാനായിട്ടൊരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല. മറ്റുള്ളവര് ജയിക്കണതിന്റെ ഭാവം അവർക്ക് ഇരിക്കും. എന്നാ പിന്നെ പത്രോസ് ചെന്നാട്ടെ. അല്ല, അപ്പൊ അഡ്വാൻസ്? അതൊക്കെ പിന്നെ പറയാം. 4-5 ലോഡ് മണ്ണ് വേണം. അതിന്റെ അഡ്വാൻസ് ആയി ചോദിക്കണതേ. അത് ഞാൻ വീട്ടിലെത്തിക്കാൻ പത്രോസേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. അതെ, അവനെ കൂടുതൽ അടുപ്പിക്കുന്നത് അത്ര നല്ലതിനല്ല. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? നീ അവനും ഒരു നാണയത്തിൽ 2 വശങ്ങളല്ലേ? അതെങ്ങനെ? അല്ല, കാണേണ്ട രീതിയിൽ കണ്ട എന്താവശ്യം നടത്തി കൊടുക്കും. വളച്ചു കെട്ടാതെ എന്നെ വിളിച്ച കാര്യം പറയാനേ. വൈകുന്നേരം ഒരു സ്കൂൾ വാർഷികത്തിന് പോകാനുള്ളതാ. വളച്ചു കെട്ടണില്ല. നമ്മുടെ തൊമ്മിച്ചന്റെ വടക്കേ അതിര് ചേർന്ന് കിടക്കണ 1 ഏക്കർ പാടശേഖരം ഒന്ന് നികത്തിയെടുത്താലോ എന്നൊരാലോചന. അയ്യോ, പാടം നടത്താൻ അനുമതിയില്ലാന്ന് ചേട്ടത്തിക്ക് അറിയാലോ. അറിയാം. വീട് വെക്കാൻ 5 സെന്റ് നികത്തിയെടുക്കാൻ അനുമതി കിട്ടിയാണ്. മെല്ലെ മെല്ലെ അതൊന്ന് നീട്ടി പിടിക്കാനേ ടിപ്പർ പത്രോസ് മണ്ണടിക്കണ കാര്യം വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് കാര്യം. നോക്കട്ടെ. പക്ഷെ ആരെങ്കിലും പ്രശ്നം കുത്തിപ്പൊക്കി വന്ന എന്റെ തലയിലാകരുത്. മാത്രമല്ല, പുരയില്ലാത്തവന്റെ പേരിലെ അനുമതി കിട്ടും. അതിലൊരാളെയൊക്കെ ഞാൻ തന്നെ ഒരുക്കിക്കൊള്ളാം. ഇതങ്ങ് വെച്ച് എന്താന്ന് വെച്ച ചെയ്യും. നീ പറയുന്ന ദിവസം ഞങ്ങൾ ഇഷ്ടദാനം കൊടുത്ത ഭൂമിയുടെ ഉടമയെ നിന്റെ മുന്നിലെത്തും. എന്താ അതുപോലെ?
ചേട്ടത്തി കാണാൻ ബുദ്ധിയാണല്ലോ. അതങ്ങ് നികത്തി തൊമ്മിക്കുഞ്ഞിന്റെ പുരയിടത്തിന്റെ നിരപ്പിനാക്കണം അല്ലേ? എന്നാ ഞാൻ പോട്ടെ. നീ ചെല്ലു മോനെ ചാക്കോച്ചി. തൊമ്മിക്കുഞ്ഞല്ല, അവന്റെ അപ്പനെ വിറ്റ കാശ് ഈ ശോശാമ്മയുടെ ബാഗിലുണ്ട് മോനെ. ഈ ശോശാമ്മ ആരാന്ന് നിങ്ങൾ കാണാൻ പോണതേ ഉള്ളൂ. ആ അയ്യോ എന്റെ പൊന്നോ, ഞാൻ എന്താ ഈ കാണണത്? തുമ്മി കുഞ്ഞിനോട് ആരാ ഈ ചതി കാട്ടിയത്? പപ്പടം പരത്തണ പോലെയല്ലേ വീട് നിരപ്പാക്കി കളഞ്ഞത്. ചേർത്തിയായിരുന്നോ? ഞാൻ വിചാരിച്ചു ഏത് പശു വയ്യ അമർന്നേന്ന്. കവലയിൽ വന്നപ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. അല്ലേലും ഏത് വണ്ടിയെ ഇടിച്ചെന്ന് അറിയോ ശോശേ? എങ്ങനെ അറിയാൻ? ഇടിച്ച് നിരപ്പാക്കി അവര് പോയില്ലേ? ഒച്ച കേട്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും അവര് പോയി കഴിഞ്ഞു. പാവങ്ങള് യാത്ര പോയതുകൊണ്ട് ആളപായമില്ല. അല്ലെങ്കിൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അല്ലെങ്കിലും ആ തൊമ്മിക്കുഞ്ഞിന് ഒരെല്ല് കൂടുതലാ. അതിനുള്ള ശിക്ഷ അവന് കിട്ടി. അങ്ങനെ പറയരുത് ത്രേസ്യടുത്ത്. ഒരാപത്ത് വരുമ്പോ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. അവന്റെ കൊച്ചെങ്ങാണ്ട് മൊത്തം മാർക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് ചില്ലറ അഹങ്കാരമല്ലാന്ന്. അല്ലെങ്കിലും അവരെന്തിയ ശോശേ? അവര് തൊമ്മിക്കുഞ്ഞിന്റെ ഏതോ ബന്ധത്തിലുള്ള വീട്ടിലേക്ക് പോയി കേസ് കൊടുത്തു അറിഞ്ഞത്. പോലീസുകാരെ അന്വേഷിച്ചു വന്നായിരുന്നു. ആരാന്ന് വിചാരിച്ചിട്ടാ? എന്തായാലും ഒരു ദിവസം അവര് കൊടുക്കും. തൊമ്മി കുഞ്ഞ് തിരിച്ചു വരികയും ചെയ്യും. എത്രയും വേഗം തിരിച്ചു വരട്ടെന്നും ഞങ്ങളുടെ പ്രാർത്ഥന. അല്ല, നമ്മുടെ മെമ്പർ അല്ലേ ആ വരണത്? അതെ. അല്ല, വർക്കീസിനോട് ഉണ്ടോ ശോശാമ്മടുത്തി? ഉണ്ട് ചാപ്പോ. അപ്പനും പോലും അവിടെ ഇരുന്ന് കണക്കും കാര്യങ്ങളും ശരിയാക്കാൻ എന്റെ മെമ്പറെ. അല്ല, ഈ പോലീസ് എന്നെ വിളിപ്പിച്ചാർന്നേ. ഇതാരോ കരുതിക്കൂട്ടി ചെയ്തതാന്ന് പോലീസിന് സംശയമുണ്ട്. കർത്താവേ, അങ്ങനെ ചെയ്യാൻ തൊമ്മിക്കുഞ്ഞിന് ശത്രുക്കൾ ആരും ഇല്ലല്ലോ. ആരെങ്കിലും അറിഞ്ഞു ചെയ്തതാണെങ്കിൽ അവരുടെ തലയിൽ ഇടിത്തി വീഴട്ടെ. അല്ല, അത് എന്ത് ശോശാമേ? അല്ല, അത് തന്നെയാ ഞാനും പറയണത്. ഇടിത്തി വീഴണം. എന്നാ ഞാനങ്ങ് ചെല്ലട്ടെ. ഇത് കേട്ടപ്പോ മുതല് വല്ലാത്ത പരിഭ്രമമായിരുന്നു. അതുകൊണ്ട് ഓടി വന്നതാ. മോനെ മെമ്പറെ, ഇത് ചെയ്യിച്ചവരാരാണെങ്കിലും അവരെ ഉടനെ പിടികൂടണം. പരമാവധി ശിക്ഷയും മേടിച്ചു കൊടുക്കണം. ഈ മെമ്പർ വെറും മെമ്പർ അല്ലെന്ന് നീ കാണിച്ചു കൊടുക്കണം. എന്നാ പോട്ടെ. ഓ, അവളുടെ ഒരു ആദി. തൊമ്മിക്കുഞ്ഞിനെ കുറ്റം പറഞ്ഞോണ്ട് വന്നിട്ടാ ഇപ്പൊ ആദ്യം പിടിക്കണത്. ഓ, ന്യൂസ് കൊടുക്കണ പോക്കാ. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ചേട്ടത്തെ വർക്കിച്ചേട്ടനെ ഒന്ന് വിളിക്കുവോ? ഓ, നീ തിരുത്തി വെക്കാതിന്റെ ചാക്കോ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നോ? എന്നെ വെറുതെ ശല്യം ചെയ്യരുത്. എന്താ എന്താ എന്താണ് മോനെ? എന്താ ഇത്? നീ എന്താ മദ്യപിച്ചിട്ടുണ്ടോ? മദ്യമോ? എന്താ ചോദ്യം? മദ്യത്തിന്റെ ഗന്ധം പോലും അറിയില്ല. നിന്നോട് താക്കോൽ തരാനാ പറഞ്ഞത്. മോനെ, എന്തിനാ നിനക്കിപ്പോ താക്കോല്? എവിടെ പോവാനാ? എവിടെ പോവാൻ? കഴിഞ്ഞ ദിവസം ഒരു കാർ കൊണ്ടുപോയി വിറ്റിട്ട് വന്നവനാ. ഇപ്പൊ ഈ കാറും കൂടെ അവന് വേണമെന്ന്. എന്താ മോനെ ഇത്? കേട്ടോ ചേട്ടാ, മക്കളുണ്ടായ അവരെ സംരക്ഷിക്കണം. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്യണം. അല്ലെങ്കിൽ ഇത് കണ്ടോ തന്തയും തള്ളയൊന്നും ഞാൻ വിചാരിക്കില്ല. രണ്ടിനെ കുത്തി മതത്തും ഞാൻ. എന്നാ കുത്തടാ. മോനെ,
നീ എന്താ ചാക്കോ ഇത്ര വൈകിയേ? എന്നുവെച്ചാ ഇവിടുത്തെ ഒരു കാര്യം മാത്രമാണോ എനിക്ക്? അല്ല, പക്ഷെ ഇവിടുന്ന് എണ്ണി തരും പോലെ എവിടുന്ന് കാശ് എണ്ണി തരും നിനക്ക്? കാര്യമൊക്കെ ശരിയാ, എന്നാലും അതിനുള്ള പണി ചെയ്തിട്ട് വാങ്ങിയിട്ടുള്ളൂ. ഒന്നും വേണ്ടാണെന്ന് തോന്നാറുണ്ട് എനിക്ക്. അതെന്നാടാ നിനക്കൊരു മനംമാറ്റം? അതുപോട്ടെ, നമ്മുടെ തൊമ്മിക്കുഞ്ഞു കുടുംബവും എവിടെയെന്നറിയാമോ? അവരുടെ വീട് പൊളിച്ച് കളഞ്ഞ ആരാന്ന് വല്ല പിടിയും കിട്ടിയോ? തൊമ്മിക്കുഞ്ഞും കുടുംബവും മരമാലുണ്ടെന്നാ കേട്ടത്. ഏതോ ബന്ധുക്കൾ അവിടെ ഉണ്ട്. പിന്നെ ടിപ്പർ പത്രോസിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ആ വീട് കൊടുത്ത കേസില അയാള് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അവനെങ്ങനെ ചെയ്യൂ? കാര്യം പത്രോസ് ഒരു പോകിരിയാണെങ്കിലും തൊമ്മിക്കുഞ്ഞിനോട് ശത്രുത എന്തിനാ? ആ അത് തന്നെയാ നാട്ടുകാരും പറയണത്. ഇതാരോ പത്രോസിനെ കൊണ്ട് ചെയ്യിച്ചതാണ്. അവന് കുടിക്കാൻ കാശ് കിട്ടിയാൽ മതിയല്ലോ. അവന്റെ പെങ്കൊച്ചിന്റെ കാര്യമാണ് കഷ്ടം. തൽക്കാലം ഞാൻ അതിനെ ആ ബദനാശ്രമത്തിന് നിർത്തേക്കുക. പേടിക്കാതെ അവിടെ കിടക്കാലോ. ബന്ധുക്കൾ ആരും അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും വന്നില്ലാന്നേ. പത്രോസ് ഏതായാലും വാക്ക് മാറ്റാത്തവനാ. പോലീസ് തല്ലി ചതച്ചിട്ടും അവനെ കൊണ്ട് ആരാ ചെയ്യിച്ചതെന്ന് അവൻ പറഞ്ഞിട്ടില്ല. അത് നന്നായി. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അതന്നെ അങ്ങനെ പറഞ്ഞു. അല്ല, അത് വാക്കിങ്ങനെ മാറ്റുന്നത് ശരിയല്ലല്ലോ. പാവം കൊച്ചു. അതിൻ്റെ ഒരു കാര്യം ആ പത്രോസ് നീ എന്നാ ഇറങ്ങണേന്ന് കണ്ടറിയണം. ഞാൻ ഏതായാലും സ്റ്റേഷനിൽ പോയി അവനെ ഒന്ന് കണ്ടിട്ട് വരാം. അതെന്നത്തിനാടാ? ആരാ അവനെ കൊണ്ട് ഈ പണി ചെയ്യിച്ചതെന്ന് അറിയണം. എന്നോട് പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ആ ചെയ്യിച്ചവരെ കൊണ്ട് മാസാമാസം ആ പെങ്കൊച്ചിന് ചെലവിന് കാശ് കൊടുക്കാൻ പറയണം. അവന്റെ കൊച്ചിന് ജീവിക്കണ്ടേ? അത് വേണം, അത് വേണം. അതാണ് അതിന്റെ ശരി. അല്ല ചേട്ടത്തി, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒരു തോന്നരുത്. നമ്മുടെ പോളിനെ എന്തോ കാര്യത്തിന് പോലീസ് പിടിച്ചൊന്നും കേട്ടല്ലോ, നേരാണോ? അല്ല, മെമ്പർ എന്ന നിലയിൽ ഞാൻ ഇടപെടണമെങ്കിൽ. ഓ വേണ്ടടാ. അവന്റെ കൂട്ടുകാരന്മാരാരോ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ട്. അവന്മാരെ പിടിച്ചത് കൂട്ടത്തിൽ അവനെ പിടിച്ചു. വർക്കിച്ചായൻ അവനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ഭാഗ്യം. വർക്കിച്ചാൽ നേരിട്ട് ചെന്ന പോലീസ് അപ്പ തന്നെ വിട്ടുതരും. അപ്പോഴേ ചാക്കോ, കുടിക്കാത്ത അല്ലറ ചില്ലറ പണിക്കേ 2 പണിക്കാരെ നാളത്തേക്ക് ഒന്ന് ഏർപ്പാടാക്കി തരൂ. അല്ല ചേട്ടത്തി, ഞാൻ മെമ്പറാ. ആയിക്കോട്ടെ, നിന്റെ തിരക്കിനിടയിൽ പറഞ്ഞു വിട്ടാ മതി. പിന്നെ ആ അതിൽ നിൽക്കുന്ന 2 ആഞ്ഞിലി നീ വിട്ടെടുത്തോ. നിന്റെ പെരവണി നടക്കുമല്ലേ? എന്താ പണിക്കാരെ ഇന്ന് രാത്രി എത്തിക്കണോ അതോ രാവിലെ മതി? അയ്യോ, രാവിലെ വിട്ടാ മതിയെന്നേ. ആ കാര്യം ഞാൻ ഏറ്റുന്നേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആ ആയിക്കോട്ടെ. തൊമ്മിക്കുഞ്ഞിന്റെ സ്ഥലത്തിന്റെ അതിരിൽ കൂടി ഒരു വേലി അങ്ങ് വെറുതെ വെച്ചേക്കാം. ചുമ്മാ ചേർന്ന് കിടക്കട്ടെ. ഈ ശോശാമ വരച്ച വരയിലൂടെ കാര്യങ്ങൾ നടക്കും, നടത്തിയിരിക്കും. അതാണ് ഈ ശോശാമ. എന്താ എന്താ ചാക്കോ? ചേട്ടത്തി എന്നതാണാ നിന്ന് കിടക്കേണ്ട കാര്യം പറയണം. ഒന്നുമില്ല, ഈ സ്റ്റേഷനിലേക്ക് പോയ വഴി വർക്കിച്ചായ ആക്സിഡന്റ് പറ്റി. കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ചേച്ചി ഒന്ന് റെഡിയായിട്ട് വാ, ഞാൻ വണ്ടി വെച്ചിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളെ പരീക്ഷിക്കരുതേ. അയ്യോ, എന്റെ കർത്താവേ.
ജീവിതമൊരു ശോകയാത്ര അത് തീരുവാൻ വരുമൊരു മാത്ര സ്നേഹിച്ചു തീരാത്ത യാത്ര വിധിയുടെ വേദാന്തമറിയാതെ തേങ്ങുന്ന വേനൽക്കിനാവുകളല്ലേ നമ്മൾ വേർപെട്ടു പോകേണ്ടോരല്ലേ സങ്കടപ്പെരുമഴ തോരാതെ പെയ്യുമ്പോൾ സാന്ത്വനമൊരു പാടൂരേ സങ്കടപ്പെരുമഴ തോരാതെ പെയ്യുമ്പോൾ സാന്ത്വനമൊരു പാടൂരേ സൗമ്യ പാവനത്തിലേറേതൂരേ സ്നേഹിച്ചു തീരാത്ത യാത്ര അപരാധം ചെയ്യാതെ സങ്കട ചുടികളിൽ ആത്മാവ് തേങ്ങുന്നു നിത്യം ആരും അറിയാതെ കേളുന്നു നിത്യം കാരുണ്യമില്ലാത്ത കപട സമൂഹത്തിൽ പൂരമ്പ് കൊള്ളുന്ന നേരം കാരുണ്യമില്ലാത്ത കപട സമൂഹത്തിൽ പൂരമ്പ് കൊള്ളുന്ന നേരം 100 സ്വപ്നങ്ങൾക്കിതു ശോകകാലം സ്നേഹിച്ചു തീരാത്ത യാത്ര മോഹങ്ങൾ തീരാത്ത യാത്ര വിരഹം വിതുമ്പുന്ന കണ്ണീർ വഴികളിൽ ജീവിതമൊരു ശോകയാത്ര അത് തീരുവാൻ വരുമൊരു മാത്ര സ്നേഹിച്ചു തീരാത്ത യാത്ര. ഒരപകടത്തെ തുടർന്ന് ദുരന്തങ്ങൾ ഒന്നൊന്നായി വർക്കിച്ചന്റെ കുടുംബത്തെ വേട്ടയാടി. മകൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി ജയിലിൽ. വർഷങ്ങൾ കഴിഞ്ഞുപോയി. നാട് വിട്ടുപോയ തൊമ്മിക്കുഞ്ഞും കുടുംബവും തിരിച്ചു വന്നില്ല. ജീവച്ഛവമായി കഴിയുന്ന വർക്കിച്ചന്റെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് ഇതാ വീണ്ടും. അലീന മോളെ, എന്താ അപ്പച്ച? എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഇത്തിരി നേരം നടുവൊന്ന് നിവർത്തട്ടെ. ആ ചാക്കോ, വാ അകത്തേക്ക് ഇരിക്കാം. കുറേയായി ഞാനിവിടെ ഇങ്ങനെ ഇരിക്കണം, ഒന്ന് കിടക്കണം. അല്ല, എനിക്ക് പോകാനൊരു ധൃതി ഉണ്ടായിരുന്നു. ആ ഈ വർക്കിക്ക് ഒന്നും ഇല്ലാണ്ടായപ്പോ നിനക്കൊക്കെ ധൃതിയായി അല്ലേ? എന്നതാ വർക്ക് ചേട്ടാ അങ്ങനെ പറയണത്? ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ കൂടെ നോക്കാൻ ഈ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോ, എന്തായിരുന്നു ഈ വീട്ടിൽ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ആയിട്ട് ആളൊഴിഞ്ഞ നേരം ഉണ്ടായിരുന്നു. ആക്സിഡന്റ് പറ്റി വീണ് കിടന്നപ്പോൾ ഈ പറഞ്ഞ ആരെയും കണ്ടില്ല. 2 വർഷം കിടന്ന കിടപ്പല്ലായിരുന്നു. ഈ വടിയിലെങ്കിലും നടക്കാൻ പറ്റിയത് ദൈവാനുഗ്രഹം. ആ ഉള്ള കമ്പനിയും സ്ഥലങ്ങളും ജപ്തി ചെയ്ത് പോയപ്പോൾ പോലും എന്ത് പറ്റി വർക്കിച്ചാന്ന് ചോദിക്കാൻ ഒരു ബന്ധു പോലും വന്നില്ല. ഇപ്പം അതാ സ്റ്റോക്ക് വന്ന് ശ്വാസാമച്ചെടുത്ത് ഇരിപ്പായിട്ടും ഒരു കൈസഹായത്തിന് ഒരു പെണ്ണിന് പോലും വന്നു. ശവത്തിൽ കുത്താതടാ ചാക്കോ. ശവത്തിൽ കുത്തിയതല്ല, കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ആർക്കും വരാവുന്നതാ.
പിന്നെ ഈ സമയത്ത് പഴയതൊന്നും മറക്കരുത്. ആ, നീ പറഞ്ഞത് നേരാ. ആവശ്യത്തിലേറെ സമ്പത്തും സൗഭാഗ്യവും ദൈവം എനിക്ക് തന്നു. എന്നിട്ടും അന്യരുടെ മുതലിനെ ഞാൻ ആഗ്രഹിച്ചു. ഒടുവിലെല്ലാം തകർന്ന് ഒന്നുമില്ലാത്തവരായി. ഒപ്പം രോഗവും. അടുത്ത മാസം വീടും പറമ്പും ബാങ്ക് ലേലത്തിന് വെച്ചിരിക്കുക. ഈ കിടപ്പാടം മാത്രം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കണമെന്ന് പല ബന്ധുക്കളോടും ഞാൻ കൈനീട്ടി കെഞ്ചി. ആരും ഇതുവരെ വന്നില്ല. പിന്നെ നീ ആ പത്രോസിന്റെ മോളെ കൊണ്ടുവന്ന് നിർത്തിയത് കൊണ്ട് ഞങ്ങൾ ഇവരുടെ ആത്മാക്കൾ ജീവൻ നിലനിർത്തി പോവുക. ഇനി എത്ര കാലം ആ കൊച്ചിനെ നിർത്താൻ പറ്റുക? നിങ്ങൾ ശോശാമത്തേരത്തെ വീട്ടിലേക്ക് പോകണം. ഇത്തിരി പിണക്കങ്ങളുണ്ടെങ്കിലും ആങ്ങളമാരല്ലേ, തള്ളിക്കളയോ? വേണമെങ്കിൽ ഞാൻ പോയി സംസാരിക്കാം. ആ, നിവൃത്തിയില്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്യാം. മോളെ ഒന്ന് പിടിച്ചേ, ഞാൻ ഇത്തിരി നേരം പുറത്തേക്കൊന്ന് ഇരിക്കട്ടെ. അങ്ങനെ മെല്ലെ അങ്ങനെ. അയ്യോ അമ്മേ അമ്മേ. ചാക്കോ ആയിരുന്നോ? വർത്താനം കേട്ടെങ്കിലും ചാക്കോ ആയിരുന്നു മനസ്സിലായില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താവാൻ, ഞങ്ങള് രണ്ടും ജീവച്ഛവങ്ങളായി അങ്ങനെ ജീവിക്കുക. പിന്നെ ഈ അരിയിലെ കൊച്ചുള്ളത് കൊണ്ട് എഴുന്നേറ്റ് നടക്കണമെന്ന് പറയാം. അപ്പച്ചനെ കണ്ടോ ചാക്കോ ചേട്ടാ? ആ, കഴിഞ്ഞ മാസം ഞാൻ ജയിലിൽ പോയി കണ്ടതാ. മോളുടെ കാര്യം പറഞ്ഞ് അവൻ ഒരുപാട് കരഞ്ഞു. അപ്പൻ ചെയ്തതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കണമെന്നാ എല്ലാരും പറയണത്. എങ്ങനെയായാലും എനിക്ക് എന്റെ അപ്പച്ചനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. 2 മാസം കഴിഞ്ഞാൽ അവന്റെ ശിക്ഷാകാലം തീരും. പിന്നെ മോൾക്ക് അപ്പത്തിന്റെ കൂടെ ജീവിക്കാലോ. എന്ത് ജീവിതാ ചേട്ടാ. ഓർമ്മ വെച്ച നാള് മുതല് ടിപ്പർ പത്രോസിന്റെ മോളെന്നും പറഞ്ഞ് ആളുകൾ എന്നെ കളിയാക്കി. പിന്നെ കൂട്ടുകാരും കൂടെ വിളിച്ചപ്പോ ഞാൻ ആകെ തകർന്നു പോയി. കള്ളു കുടിച്ചും പുക വലിച്ചും ലഹരിക്ക് അടിമപ്പെട്ട് നടക്കുന്ന യുവാക്കളോട് പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നാറുണ്ട്, നിങ്ങൾക്ക് വിവാഹം കഴിക്കാതിരുന്നൂടെ? ഞങ്ങളെപ്പോലുള്ളവരുടെ അവസ്ഥ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്തായാലും ഇനി ഒരിക്കലും കള്ളു കുടിക്കില്ലാന്ന് ജയിലിൽ ചെന്നപ്പോ അവനെനിക്ക് വാക്ക് തന്നേ. ഇനിയുള്ള കാലം മോളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനാണ് പത്രോസിന്റെ ആഗ്രഹം. ജീവിതത്തിൽ ഒരു സൗഭാഗ്യവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ അപ്പച്ചനെ ഒരു നല്ല മനുഷ്യനായി തിരിച്ചു തരണമെന്ന് മാത്രമേ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നിന്റെ ആഗ്രഹം നടക്കും മോളെ. അറിഞ്ഞോണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തതിന് കർത്താവ് ശിക്ഷിക്കത്തില്ല. എണ്ണിയാലൊടുങ്ങാത്ത പാപത്തിന്റെ ശിക്ഷയാ ഞാനിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കണേ. തൊമ്മിക്കുഞ്ഞിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ ചാക്കോ? വയനാട്ടിൽ അവർക്ക് തരക്കേടില്ലാത്ത കാലാന്നാ കേട്ടെ. ഇവിടേക്ക് വരുന്നില്ലെങ്കിലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അവരറിയുന്നുണ്ട്. ഞാനാ പോവുക. മോളെ അനിയനാ, ആ കബീറിന്റെ ഓട്ടോ ഇട്ട് വരും. കുറച്ച് പലചരക്ക് സാധനങ്ങളുണ്ടാവും, അതൊന്ന് ഇറക്കി വച്ചേക്കണേ. ശരി ഏട്ടാ. ഈ ചാക്കോ ചെയ്തവരുടെ സഹായത്തിന് എന്ത് പകരം കൊടുക്കും അറിയില്ല. അവനോട് ഞാൻ വെറുതെ കുറെ പരാതി പറഞ്ഞു. നീ എന്താ മോളെ വിഷമിച്ച് നിൽക്കണത്? അപ്പച്ചൻ ശിക്ഷ തീർന്ന് ഉടനെ വരൂലോ. ആട്ടെ, മോളുടെ അമ്മച്ചിക്ക് എന്ത് പറ്റിയതായിരുന്നു? അത് ജീവിതത്തിൽ ഒരുപാട് സഹിച്ചവളായിരുന്നു എൻ്റെ അമ്മച്ചി. കള്ളു കുടിച്ചു വന്ന് എന്നും അടിയും ബഹളമായിരുന്നു അപ്പച്ചൻ. കാശിനു വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യൻ എൻ്റെ എൻ്റെ അമ്മച്ചിയായിരുന്നു, എനിക്കല്ല.
അമ്മ മരിച്ചപ്പോ അപ്പനല്ലാതെ പിന്നെ മറ്റാരാ ഉള്ളത്? സഹിച്ച് ജീവിച്ചു. ദൈവം തന്ന ജീവൻ നശിപ്പിക്കാനുള്ള അധികാരം നമുക്കില്ലെന്നുള്ള അറിവാണ് എന്നെ ഇതുവരെ ജീവിപ്പിച്ചത്. ഒരു നല്ല മനുഷ്യനായാണ് എന്റെ അപ്പച്ചൻ വരുന്നതെങ്കിൽ അത് മാത്രം മതിയെന്ന് ഞാൻ എന്റെ കർത്താവിനോട് പറയും. കർത്താവേ, ഞങ്ങളോട് പൊറുക്കില്ലേ? വർക്കിച്ചായ, നമ്മുടെ മോനെ എന്നാ ജയിലിൽ നിന്ന് വിടുക? നിങ്ങളെന്താ ഒന്ന് അന്വേഷിക്കാത്ത? ജാമ്യത്തിൽ ഇറക്കാൻ പണം വേണ്ടേ ശോശേ? മയക്കുമരുന്ന് കേസെന്ന് പറഞ്ഞ നിസാരാണോ? ഒന്നിനും ഒരു കുറവും വരാതെ വളർത്തിയത്. എന്നിട്ടിപ്പോ എന്തായി? അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്താ അപ്പച്ച, കഷ്ടതയിലും ദൈവത്തെ മറക്കരുതെന്നാ യോബിന്റെ പുസ്തകം പറയണത്. മാനസാന്തരപ്പെടുന്നവരെ കൈവിടാൻ കർത്താവിന് കഴിയില്ല അപ്പച്ച. എന്റെ കർത്താവേ, ഹലോ. ആ അതെ. തൊമ്മിയോ? ഞാൻ എന്താ ഈ കേൾക്കണം? നിന്നെ തടയണത് എന്തിനാ? വാതമ്മി കുഞ്ഞെ, വാടാ. നമ്മുടെ തൊമ്മിക്കുഞ്ഞോ? അതെ, അയൽക്കാരനായിരുന്ന നമ്മുടെ തൊമ്മിക്കുഞ്ഞ്. അവനിങ്ങോട്ട് വന്നോട്ടെ എന്ന് ഈ ദ്രോഹിയെ അവൻ പിടിച്ചു. എന്റെ യേശുവേ, അല്ല, ഇതാരാ? ചേച്ചിയെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താ ചാക്കോ, മനസ്സിലാവാതിരിക്കാൻ മാത്രം ഞാൻ മാറിപ്പോയോ? ഏയ്, ഇല്ല, എനിക്ക് തോന്നിയതാന്നേ. ഈ സാരി ഒഴികെ ബാക്കി എല്ലാം പഴയ ആള് തന്നെ. ശോശാമ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? രണ്ടുപേരും അകത്തുണ്ട്. പിന്നെ ഇവിടെ പത്തോസിന്റെ മോളും ഉണ്ട് കൂട്ടിന്. തോന്നിച്ചേട്ടൻ എന്തി? ആളെ ആ പുരയിടത്തിലൊന്ന് കയറി വെക്കാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ഞാൻ എന്നാ ശോശാമയെ ഒന്ന് കാണട്ടെ. ഓ ആയിക്കോട്ടെ. തൊമ്മിച്ചേട്ടൻ വന്നാ ഞാനങ്ങ് പോകും. പിന്നെ വൈകിട്ട് കാണാട്ടോ. ആ എന്നാ ശരി. ശോശാമച്ചേടത്തി അവരുടെ സ്ഥലം തട്ടിയെടുക്കാൻ നടത്തിയ പങ്കപ്പാട് ചില്ലറയല്ല. എന്നിട്ടും റാഹേലേച്ചി അവരെ കാണാൻ വന്നു. ഇതാണ് മനുഷ്യത്വം. എന്നാ ചാക്കോ തന്നെന്ന് പറയണത്? ഹേ, ഒന്നുമില്ല. എത്ര വർഷമായി കണ്ടിട്ടും തൊമ്മിച്ചേട്ടനും ഒരു മാറ്റമില്ല. എന്റെ ചാക്കോ, ഈ കുപ്പായം മാറ്റി ഒരു തോർത്ത് കൊടുത്ത് ആ പറമ്പിലേക്ക് ഇറങ്ങിയാലേ എന്ത് മാറ്റം വരാനാ? വയനാട്ടിൽ അങ്ങനെ തന്നെ ജീവിച്ചേ. ദൈവം തന്ന ആരോഗ്യം അധ്വാനിക്കാനല്ലടോ. എന്നാൽ ഞാൻ പോയിട്ട് വരാം. നമ്മുടെ കിഴക്കേറത്തെ ഗോപാലട്ടൻ ഹോസ്പിറ്റലാണ്.
ഒന്ന് ചെല്ലാൻ പറഞ്ഞു. വർദ്ധിച്ചേട്ടോ, ഞാനങ്ങ് നീങ്ങുവാ. വർക്കിച്ചേട്ടാ, കുഞ്ഞ് വർക്കിച്ചേട്ടാ, എന്നോട് പൊറുക്കണം. ഞാൻ ചേട്ടനെ കാണാൻ വരാൻ വൈകിപ്പോയി. എന്റെ തൊമ്പിക്കുഞ്ഞ്, നിന്റെ ഈ സ്നേഹത്തിന് പകരത്തിന് എന്റെ കയ്യിൽ ഒന്നുമില്ല. നിന്നെ ഒരയൽക്കാരനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നീ എന്റെ കൂടപ്പറപ്പല്ലടാ. എന്താ വർക്കിച്ചേട്ടാ ഇത്? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. തുമ്പിക്കുഞ്ഞ്, എന്തിനാ ഞങ്ങളെ കാണാൻ വന്നത്? നിന്റെ ഭൂമി കൈവശമാക്കാൻ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പദ്ധതിയിട്ടാണ് ഈ ശോശമ്മ. തന്നു അതിനുള്ള ശിക്ഷ ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് തന്നു. ഞാൻ ആദ്യം പറഞ്ഞതാ ഇതൊന്നും ഇനി പറയണ്ടെന്ന്. ഞങ്ങൾ അതൊക്കെ എന്നേ മറന്നു. അതെ, ഈ അസുഖമൊക്കെ മാറും. ദൈവത്തെ മുറുകെ പിടിച്ചാൽ എല്ലാം സാധിക്കും. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. മോളെ, ചേച്ചി വേണ്ട, ഈ പാപികളുടെ അടുത്തേക്ക് മോള് വരണ്ട. എന്ത് ചേച്ചി ഇത്? ഞാൻ നിങ്ങളുടെ പഴയ അവസ്ഥ തന്നെയാ. വർക്കിച്ചേട്ടാ, എല്ലാം ശരിയാവും. ചേച്ചി, ദാ ഇതൊരു സാരിയാ. ദാ ഇത് ചേട്ടനൊരു ഷർട്ടും കൊണ്ടുവാ. വരുന്ന വഴി വാങ്ങിയതാ. നിങ്ങൾക്ക് ഇഷ്ടാവോ എന്നറിയില്ല. എന്ത് ധരിക്കണമെന്നല്ല, എങ്ങനെ നിൽക്കണമെന്നറിയാത്തവരാ ഞങ്ങള്. എനിക്കറിയാം വർക്കിച്ചേട്ടാ, ഇതൊന്നുമല്ല നിങ്ങളുടെ യഥാർത്ഥ സങ്കടമെന്ന്. മോനെ, എന്റെ പൊന്നുമോനെ, വാടാ മോനെ, വാ. എന്റെ പൊന്നുമോനെ. മമ്മി, പപ്പ, ആഹാ, ഇങ്ങനെ ഒരു വിശേഷം നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ മോളെ. മോളെ, മോളോട് എന്ത് പറയണമെന്ന് ഈ വർക്കിച്ചേട്ടന് അറിയില്ല. ഞാൻ അക്കാരിലൊന്നും തൊട്ടോട്ടെ. അയ്യോ അയ്യോ, എന്താ വർക്കിച്ചേട്ടാ ഇത്? ഞാൻ എന്റെ കടമയാ ചെയ്തത്. മോനെ, എന്താ ഉണ്ടായത്? പപ്പ, ജയിലിൽ വെച്ചോണ്ടേ ഞാൻ എൻ്റെ ദുഷ്യത്തെ എല്ലാം തിരിച്ചറിഞ്ഞു. പക്ഷേ ജയിൽ കാലാവധി കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കൂട്ടാൻ ചെയ്യില്ല. ഇവിടുത്തെ അവസ്ഥയൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. ഒരു ദിവസം ബന്ധു എന്ന് പറഞ്ഞ ഒരാളാണ് സൂപ്രണ്ടിൻ്റെ സ്പെഷ്യൽ ഓർഡറുമായി എന്നെ പുറത്തു കൊണ്ടുപോയി എറണാകുളത്തുള്ള ലഹരി മോചന കേന്ദ്രത്തിലാണ്. എല്ലാ പ്രശ്നങ്ങളും മോചനം നേടി നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കാൻ ഇന്നെനിക്ക് കഴിഞ്ഞു തന്നെ. ബന്ധു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ നിൽക്കുന്ന നിസ്തുത കാരണം. എന്താ പോലെ ഇത്? നീ എന്റെ കൂട്ടുകാരനല്ലേ? എത്ര ശത്രുതയുണ്ടായാലും പ്രതിസന്ധിയിൽ ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം അയൽക്കാർ. കുഞ്ഞനാളിൽ സ്കൂളിൽ വെച്ച് ഇവന്റെ ചോട്ടുപാത്രത്തിൽ നിന്നും എനിക്ക് ചോറ് തന്നിട്ടുണ്ട്. നല്ലൊരു ചോക്ലേറ്റ് മിഠായി തിന്നത് ഇവൻ തന്നിട്ടാണ്. ഇതൊക്കെ എങ്ങനെ ഞാൻ മറക്കുക? മോളെ, അതൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ. നിങ്ങൾക്കത് ചെറുതായി തോന്നാം. ഇവന്റെ ഉള്ളിൽ നന്മ തിരിച്ചറിഞ്ഞതുകൊണ്ടാ. ജയിലിലാണെന്ന് അറിഞ്ഞപ്പോ
തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ ഓടിയെത്തിയത്. ആ, എന്തായാലും ദൈവം പോളിനെ കൈവിട്ടില്ല. അല്ല, അലീന എവിടെ? അകത്തുണ്ട്. മോളെ അലീന. ആഹാ, ഇത് ആരേത്? അകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? ഞാൻ എന്റെ അപ്പച്ചനാണല്ലോ. നിങ്ങളുടെ വീട് ഇടിച്ചു നിർത്തി. ഏയ്, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അവസാനിച്ചു. അതെല്ലാം മറക്കണം. അലീനെ ഞാൻ കൊണ്ടുപോവുക. മറ്റൊരു വേലക്കാരിയെ ഞാൻ അറേഞ്ച് ചെയ്യാം. മുടങ്ങിയ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി വേണം. എല്ലാം ശരിയാകും വരെ എന്റെ കൂടെ വേണം. എന്തു പറയുന്നു? എസ്റ്റർ വിളിച്ചാൽ ഞാൻ ഇവിടെ വേണേലും വരാം. നന്നായി. ശിഷ്യ ഒന്ന് കഴിഞ്ഞോട്ടെ. പത്രോസേട്ടനെ പിടിച്ചു കെട്ടി നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തും. വർദ്ധിച്ച നിങ്ങളുടെ വീടും പുരയിടവും ലേലത്തിൽ വെച്ച് വരും എസ്തർ അറിഞ്ഞിരുന്നു. മുഴുവൻ തുകയടച്ച് ജപ്തി നടപടി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പകരമായി ഞാൻ ഇവർക്ക് എന്താ കൊടുക്കണ്ടേ? ഒന്നും വേണ്ട വർക്കിച്ച. നിങ്ങളുടെ ഭൂമി നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടിയെന്ന് കരുതിയാ മതി. നന്ദി പറയേണ്ടത് ദൈവത്തോടാ. എന്റെ കർത്താവേ, എല്ലാരോടും എനിക്ക് പോകേണ്ട സമയമായി. വർക്കിച്ചേട്ടാ, എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ ആഗ്രഹം അവരുടെ കാരണവന്മാർ സൂക്ഷിച്ച ആ 20 സെന്റ് ഭൂമിയിൽ താമസിക്കണമെന്നാണ്. അതിനപ്പുറം ഇവർക്കൊന്നും വേണ്ട. അതൊരു കൊച്ചു വീട് പണിയണം. അത് മാത്രമായി ഈ പാവങ്ങളുടെ സ്വപ്നം. ഇതാ അപ്പുറത്തുള്ള 2 ഏക്കർ ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്, ലോണായിട്ടാ. അവിടെ ആശ്രയമില്ലാത്തവർക്ക് താമസിക്കാനായി ഒരു അഭയകേന്ദ്രം പണിയണം. അതിന്റെ മാനേജിംഗ് ഡയറക്ടറായി എന്റെ ചങ്ങാതി ഉണ്ടാവണം. സഹായികളായി നിങ്ങൾ എല്ലാവരും വേണം. ഇതൊക്കെയായി എന്റെ സ്വപ്നങ്ങൾ. ആളുകളുടെ മുന്നിൽ മയക്കുമരുന്ന് കേസ് പ്രതിയായി അങ്ങനെയുള്ള എന്നെ മുൻവിധി ഒന്നും വേണ്ട പോലെ. തെറ്റുപറ്റിയാൽ തിരുത്താൻ അവസരം ഉണ്ടാകണം. മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കണം. ദൈവത്തെ മറന്ന് ജീവിച്ച എനിക്ക് ഇതൊരു പാഠമാണ്. എല്ലാം തിരുത്തണം. ആ, മോൾക്ക് ജോലി തിരക്കല്ലേ, പോയിട്ട് വാ. തൊമ്മിക്കുഞ്ഞ് രാഹേലും ഇന്നൊരു ദിവസം എന്റെ ഈ വീട്ടിലാ താമസിക്കുക. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ വർക്കിച്ച. മോള് പോയിക്കോ. അപ്പച്ചനും അമ്മച്ചി നാളെ എത്തിയേക്കാം. അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. വീഴ്ചകളിൽ കൂടി നിൽക്കുന്നവരാ യഥാർത്ഥ ബന്ധു. വീഴ്ചകളും പോരായ്മകളും എല്ലാവർക്കും ഉണ്ട്. നമ്മളെങ്ങനെ ജീവിച്ചു എന്നും ആരാണ് തെറ്റ് ചെയ്തതെന്നും ശരി ചെയ്തതെന്നും കണക്ക് സൂക്ഷിക്കാൻ നമുക്ക് അധികാരമില്ല. കാരണം എല്ലാത്തിനും സാക്ഷിയായി പരമോന്നതനായ ഒരാളുണ്ട്. അതെ, ഒരാൾ മാത്രം സാക്ഷി. നാദോത്തിന്റെ മുന്തിരിത്തോപ്പ് ഇനിയും പൂത്തു തളിർക്കും. യഹോവയുടെ മാലാഖമാർ കാവൽ നിൽക്കും. നിന്ദിതർക്കും പീഡിതർക്കും ആലംബഹീനർക്കും ആ മുന്തിരിത്തോപ്പിന്റെ തണലിൽ ഇനി വിശ്രമിക്കാം.